അമ്മയെ കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. അമ്മ വളരെ കാമായിട്ട് പറഞ്ഞ ഒരു വരി വളരെയധികം ശ്രദ്ധയിൽപ്പെട്ടു. ഞാനായാലും ശരി, അദ്ദേഹമായാലും ശരി, ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണതാണ്. ഇനി ഈ പച്ചവെള്ളം കണ്ടാൽ പോലും ഞങ്ങൾക്ക് ഭയമാണ് എന്നുള്ളത്. നിങ്ങളുടെ ഒരുമിപ്പിച്ചതിൽ നിങ്ങളുടെ ഫെയിലായി പോയിട്ടുള്ള മുമ്പത്തെ ഒരു റിലേഷൻഷിപ്പിലുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഞാനൊക്കെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ചൂടുവെള്ളം കണ്ടാലല്ല, വെട്ടിത്തിളക്കുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ല എന്നും പറയാം. രണ്ടുപേർക്ക് 2 അഭിപ്രായങ്ങളാണ്. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പക്ഷേ ചില അനുഭവങ്ങളൊക്കെ സിമിലറായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സിമിലറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ നമ്മൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ ഇനിയിപ്പോൾ എന്ന് തോന്നും, പറയുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ എല്ലാ പെമ്പിളറും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചോ ചിലപ്പം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പെണ്ണുങ്ങളും ഏകദേശം ഒരു സ്വഭാവം ഉണ്ടല്ലോ. പക്ഷേ അതിനുള്ള ഭയങ്കര മാറ്റങ്ങളുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുക എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ളൊരു ബോണ്ടിങ് എന്ന് പറഞ്ഞത്, ആ ബോണ്ടിങ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ. നമ്മൾ പറയുന്നത് ചിലപ്പം മനസ്സിലാക്കിയെടുക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതല്ല. ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഈഗോൻ്റെ ആളാണ് ഞാൻ. ഇടയ്ക്കൊക്കെ ഈഗോ അടിച്ച് കഴിഞ്ഞാൽ അമ്മമാർ, എന്നാലും ഈ പറയുന്നത് ഞാൻ ഉൾക്കൊള്ളും. അന്നേരം കേൾക്കുമല്ലോ പിന്നെ ഒല്ലാണ് എന്ന് പറയുമെങ്കിലും ആളെ ശരിയാണുള്ളത്. ഇതേ സ്വഭാവം ആക്കുന്നുണ്ട്. അത് പറയുമ്പോൾ അന്നേരം നമ്മളെ മുമ്പിൽ സമ്മതിക്കില്ല. പക്ഷേ പിന്നെ അത് റിയലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം, അത് 2 പേർക്കുള്ളൊരു കോമൺ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ജിഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇപ്പോൾ ഒരു ബന്ധം എന്തെങ്കിലും തകർച്ച വരുന്ന സമയത്ത് പലപ്പോഴും ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് ഉണ്ട് നമ്മുടെ മലയാള സമൂഹത്തിന് പൊതുവിൽ, പ്രത്യേകിച്ച് അത് മാധ്യമങ്ങളിലൂടെയൊക്കെ ആവുന്ന സമയത്ത്. ജിഷൻ്റെ വിവാഹമോചനത്തിന് ശേഷം ഒരുപാട് വീഡിയോസ് അതുമായി ബന്ധപ്പെടുത്തി ആളുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെയും തെറ്റുകാരൻ ജിഷനാണ്. അവർ കൊടുക്കുന്ന വോയിസ് ഓവറുകളിലും എല്ലാത്തിനും തെറ്റുകാരൻ ജിഷൻ മാത്രമാണ്. ഇതേ അഭിപ്രായം രൂപപ്പെട്ടത് കാരണമാണല്ലോ അമ്മയെ സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇതൊന്ന് മാറ്റണമെന്നോ ഇതൊന്ന് പൊളിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്തണമെന്നോ എപ്പോഴെങ്കിലും തോന്നി? അതൊരു പ്രപഞ്ച സത്യമാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണ് കഴിഞ്ഞാലും ചീത്തപ്പേരെപ്പോഴും മുള്ളിൽ തന്നെയായിരിക്കും. ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ലൈഫിൽ ഡിവോഴ്സ് ആയതിനെ പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അത് നമ്മളെവിടെയും പറയാൻ പാടില്ല എന്ന് എനിക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഞാനത് ഇപ്പോഴും പാലിച്ചു പോകുന്നു. ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാറില്ല. അതെൻ്റെ പേഴ്സണൽ ലൈഫല്ലേ, അത് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നത് എന്ന് തന്നെയാണ് എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഞാൻ അതിനെപ്പറ്റി ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ഇപ്പോൾ വരെ ഞാൻ തെറ്റിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്നെപ്പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അത് പലരിൽ നിന്നും പറഞ്ഞ വിശ്വസ്തമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞു എന്നെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു നടക്കുന്നു. ഇവൻ എൻ്റെ മരിച്ചുപോയ ചേട്ടനെ പറ്റി പോലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യങ്ങൾ. പക്ഷേ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അത് അവരുടെ ഓരോരുത്തരുടെ സ്വഭാവം. എൻ്റെ സ്വഭാവം അതല്ല. ഞാനത് ഇപ്പോഴും പാലിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിലും വേറൊരു ആളെടുത്ത് പോലും എന്തിന് നമ്മൾ ഡിവോഴ്സായി, എന്തായിരുന്നു നമ്മളെ പ്രശ്നം എന്നുള്ള കാര്യം ഞാൻ റിവീൽ ചെയ്തില്ല. അത് റിവീൽ ചെയ്യുകയില്ല. ഈ പരസ്പര ബഹുമാനം രണ്ടാളും പാലിക്കാത്തതിൽ ദേഷ്യം ഉണ്ടാവാറില്ലേ? ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഓരോരുത്തർക്ക് അതൊക്കെ തന്നെയാണ് അന്നത്തെ മോശം ലൈഫ് സ്റ്റൈലിന് കാരണമായിട്ടുള്ള ചില കാരണങ്ങൾ. അങ്ങനെ പറയാൻ പറ്റില്ല. എപ്പോഴും തെറ്റുകാരൻ എപ്പോഴും നമ്മളല്ലേ, നമ്മൾ തന്നെ തെറ്റുകാരൻ. അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ പോട്ടേന്നേ. എനിക്ക് ബുദ്ധിമുട്ടില്ലെന്നേ, വിഷമില്ലെന്നേ. ഞാനാണ് തെറ്റുകാരൻ. ഞാൻ കാരണമാണ് ഡിവോഴ്സ് ആയത്. അത് മ്യൂച്വലായിട്ടുള്ള ഡിവോഴ്സായിരുന്നു. അവൾ കൊടുത്തത് അവളാണ്. മ്യൂച്വലായിട്ടുള്ള ഡിവോഴ്സായിരുന്നു. കഴിഞ്ഞു. 10 ദിവസം കൊണ്ട് നമ്മൾ ഡിവോഴ്സായി. സിമ്പിൾ. ഇത്രയ്ക്ക് എളുപ്പമായിരുന്നു ഡിവോഴ്സ്. ഓരോരുത്തർ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആവാൻ പാടുപെടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ ഞാൻ ചോദിക്കും, സിമ്പിളാണ് സംഭവം. 10 ദിവസം വേണ്ട, 10 ദിവസം ഡിവോഴ്സായത്. ഫസ്റ്റ് പോയി അവിടെ അതൊക്കെ പക്ഷേ ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈസി ആയിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അത് കടന്നു കിട്ടുക ഭയങ്കര പാടാട്ടോ. അത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ മറക്കാനും ഒരാൾ തള്ളിപ്പറയാനും 1 സെക്കൻഡ് മതി. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല.
ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരത് ഇങ്ങനെ മനസ്സിൽ വെച്ച് അവർക്ക് അതിൽ നിന്ന് മാറാൻ വേണ്ടി കുറേ സമയം എടുക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ദേവദാസന്മാരെ കണ്ടിട്ടുണ്ടാവും, ദേവദാസീൻ്റെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലല്ല. അപ്പം ദേവദാസ് ഇത് ഞാൻ പറയുന്നത് ദേവദാസന്മാരേ ഉള്ളൂ, ദേവദാസിനികളെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ആ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുള്ളതാണ്. പെട്ടെന്ന് ക്ഷമിക്കാനും എന്ത് സഹിക്കാനും അത് സഹിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരാളെ ഇട്ടിട്ട് പോകാനല്ല, ഒരാളെ മറക്കാനൊക്കെ പെട്ടെന്ന് അവർക്ക് സാധിക്കും. അല്ലെങ്കിൽ അതങ്ങനെ അഭിനയിക്കാൻ, അങ്ങനെ ആക്കിയെടുക്കാൻ അവർക്ക് ആ സഹനശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. അത് പെൺകുട്ടികൾക്ക് കൂടുതലാണ്, ആണുങ്ങൾക്ക് അത് ഇച്ചിരി കുറവാണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രസവ വേദന ആണുങ്ങൾക്ക് കൊടുക്കാണ്ട് പെണ്ണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് രാജ്ബി ഷെട്ടി എന്നുള്ള ആക്ടർ ഡയറക്ടറിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അത് ഇന്റർനാഷണൽ മെൻസ് ഡേ ആയിരുന്നു, അപ്പം എന്താണ് ആണുങ്ങൾ കരയാത്തതിനെ പറ്റി, അല്ലെങ്കിൽ ആണുങ്ങൾ കരഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ടാവുന്നതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മറുപടി പറഞ്ഞു, ആണുങ്ങൾ കരയില്ല, ആണുങ്ങൾ സൂയിസൈഡ് ചെയ്യും. ശരിക്കും തെറ്റാട്ടോ, അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം ഇവളിലങ്ങ് പോയി എത്തുക അമേൽ. പക്ഷേ അതിപ്പോൾ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയേണ്ടി വരുന്നു. എന്ന് വെച്ചാൽ കരയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ മുമ്പ് കരയുന്നത് ഇഷ്ടമല്ല, ഞാൻ കരയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ആണാണെങ്കിൽ കരയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ആണുങ്ങളൊക്കെ. പക്ഷേ കുറേ തെറ്റുണ്ട് അതിൽ. നമ്മൾ കരയുക എന്ന് പറയുന്നത് ഇതെന്നെ അവൾ പഠിപ്പിച്ച കേട്ടോ. കരയുക എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് ആണ്, ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആണുങ്ങൾ ചിന്തിക്കുന്നത് പ്രാക്ടിക്കലി, പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് ഇമോഷണലി ആയിരിക്കും. ആണുങ്ങൾ ചിന്തിക്കുന്നത് ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, പെൺകുട്ടികൾ ചിന്തിക്കുന്നത് ഹാർട്ട് ഉപയോഗിച്ചിട്ടാണ്. ഇവൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കരയുന്നില്ല എന്ന് വിചാരിച്ചു നിങ്ങൾ വലിയ ആണായി എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ കരയുന്നില്ല, നിങ്ങൾ വിഷമിച്ചു. പക്ഷേ ആരും കാണാതെ നമ്മൾ കരയണം കേട്ടോ. അതിൽ കരഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ ഇമോഷണൽ, എന്തുകൊണ്ടത് ആത്മഹത്യ അദ്ദേഹം പോയെന്ന് പറഞ്ഞത്, ഈ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ വിങ്ങി 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 നമ്മൾ ഞാൻ ആത്മഹത്യക്ക് ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിലേക്ക് പോവും. ഈ പറഞ്ഞ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റപ്പെട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഫാനിലൊക്കെ കെട്ടിയിട്ട് എന്നിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് ഞാൻ കെട്ടി സ്വയം മൈൻഡിൽ ഞാനെന്തായിരുന്നു ആത്മഹത്യ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ കരയുക എന്ന് പറയുന്നത് നമ്മൾ ആണത്തം കാണിക്കുക, കരയാതിരിക്കുന്നത് ആണത്തമല്ല, കരയണം എന്നാണ് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആണുങ്ങളെ ചിന്തിക്കുന്നത് ബ്രെയിൻ കൊണ്ടും പെണ്ണുങ്ങളെ ചിന്തിക്കുന്നത് ഹാർട്ട് കൊണ്ടും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, ഇപ്പോൾ മദ്യപിക്കണം എന്ന് തോന്നുമ്പോൾ ആണുങ്ങൾ പറയുന്നു ഇന്ന് രണ്ടെണ്ണം അടിക്കാം, ഇതിങ്ങനെ വെച്ചിരിക്കുന്നു. ആ ബ്രെയിൻ ഒരു വൃത്തികെട്ടവനാണ്. ആ ബ്രെയിന് പറയും സാറില്ല രണ്ടെണ്ണം അടിക്കാം. ഹാർട്ട് കൊണ്ട് ചിന്തിക്കുമോ വേണ്ട, അത് നിനക്ക് മോശമാണ് എന്ന് ചിന്തിക്കുന്നു ഹാർട്ട്. അപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൾ ശരി അടിച്ചേക്കാം, എന്ത് പുല്ലാണ്, ഇന്ന് അടിച്ച് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മളെ ഈ സാധനം നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ഈ അടുപ്പിക്കുന്നത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ആണുങ്ങൾ കരയുന്നത്, ഞങ്ങൾ കരയാറില്ല കഴിയുന്നതും, പക്ഷേ ചില സമയത്ത് ആരുമില്ലാതെ പൊട്ടിക്കരയാറുണ്ട് ഇരുന്നിട്ട്, അത് ചെയ്യാറുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ലോജിക്ക്, അവൾ പറഞ്ഞു തന്നെയാണ് ലോജിക്ക് അത്.